ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ കട്ടൻ ചായയും ബേക്കറിയാണ് കേട്ടോ. കട്ടൻ ചായയും കട്ടൻ ചായയിൽ എന്താ പതാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായക്ക് പദം എന്താണെന്ന് പറയും, കുഴലിലെ വെള്ളമായതുകൊണ്ടാണ്. കുഴലിലെ വെള്ളം നമ്മൾ ചൂടാറ്റിയപ്പോൾ പദം വന്നു കേട്ടോ. ഇന്നെന്താ നിങ്ങളെല്ലാവരുടെയും വിശേഷം? സുഖല്ലേ? ഇന്ന് ഫാത്തിമാത്താൻ്റെ വീടെടുക്കാൻ പോയിട്ടില്ല. അവിടെ ഇത് ചുമരൊക്കെ 4 ഭാഗവും ഉയരായി, വാർപ്പേര് വന്നിട്ടില്ല. അപ്പം പുതിയ പണിയൊന്നും അവിടെ നടന്നിട്ടില്ല. അത് കാരണം കൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഫാത്തിമ അത് നനക്കാനും വന്നിട്ടില്ല. ഇന്ന് നടക്കാനും പോയിട്ടില്ല. ഇന്ന് പണിയുണ്ട്, അച്ചാറിന് ഓർഡർ ഉണ്ട്, അതുകൊണ്ടൊന്ന് നടക്കാൻ പോയില്ല. പിന്നെ ഇന്നത്തെ വിശേഷം കണ്ടതും കേട്ടതാട്ടോ. കണ്ടതും കേട്ടതാണ് ഇന്ന്. ഇന്നലെ ഷാജി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈവിൽ വന്നപ്പോൾ ലൈവ് കാണാൻ എനിക്ക് പറ്റിയില്ല. ലൈവ് ഇട്ട സമയത്ത് എനിക്കത് കിട്ടിയില്ല, റേഞ്ച് ഇല്ലാണ്ട് തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷാജി ഇങ്ങനെ എഴുതി ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ രാത്രിയിലാണ് ലൈവ് റെക്കോർഡ് ഇട്ടുണ്ടാവുമല്ലോ, അത് കണ്ടത്. എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഈ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞല്ലേ, സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങൾ അവിടെ മക്കളെ വലിച്ച് അവരവരെ വീട്ടിൽ വരും. 100ൽ 95 പേരും വീട്ടിൽ പോരും. പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ അവിടെ നിൽക്കുള്ളൂ. കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ട് അവരെ മക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ വരും. പിന്നെ അപ്പോൾ മക്കൾ ഇപ്പോൾ ഒന്നായാലും 2 ആയാലും ഇനിയിപ്പോൾ ഒരാൾ പെണ്ണ് തനിയായാലും അവരുടെ ജീവിത ചെലവും കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് ഭാരമാവും. ആങ്ങളമാർ, ഉപ്പ, ഉമ്മ, അവർക്കത് ഭാരമാവും. പിന്നെ അതിന് മാത്രമൊക്കെ സമ്പാദ്യമുള്ള ആൾക്കാരാണ്. ഇതൊന്നും ഇല്ലാത്ത ഈ അന്നാന്ന് കിട്ടിയിട്ട് അന്നാന്ന് കഴിയുന്ന ആൾക്കാർക്ക് ഇതൊരിക്കലും മറ്റുള്ളവരെ കെയർ ചെയ്യാനൊന്നും പറ്റിയെന്നില്ല. അപ്പോൾ അവരവരുടെ ജീവിത ചെലവ് അവരവർ നോക്കണം. അപ്പോൾ എന്തിനെങ്കിലുമൊക്കെ പുറത്ത് പോകേണ്ട കാര്യങ്ങൾ വരും. പിന്നെ ഭർത്താക്കന്മാർ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പെണ്ണിൻ്റെ തലയിൽ വരും. അപ്പോൾ പെണ്ണായിരിക്കും ഇവിടൊക്കെ പോകണമെങ്കിലും അവരെന്നെ പോകേണ്ടി വരും. വീട്ടിൽ നിന്ന് ഒരുങ്ങി അതുവരെ പുറത്തിറങ്ങാതിരുന്ന ആൾക്കാരാവും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തിറങ്ങും. അപ്പോൾ എന്തായി, ഇതുവരെ അവനുള്ളപ്പോൾ അവൾ പുറത്തൊന്നും പോയിരുന്നില്ല. ഇപ്പോൾ അവളില്ലാണ്ടായപ്പോഴേ അവളിപ്പോൾ കയറൂരി വിട്ട പോലെ അവളപ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, മറ്റൊരുത്ത് കാണുന്നുണ്ട്, ഇപ്പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഭർത്താവുള്ള കാലത്ത് ഭർത്താവാണ് പോയിരുന്നു, ഭർത്താവില്ല. അപ്പോൾ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പോകേണ്ട അവസ്ഥയും. നമുക്ക് ജോലിക്ക് പോകണം, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി 6 മണി
9 മണി തൊട്ട് 6 മണി വരെ ജോലി വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു പണി ചെറുതായിട്ട് അവിടെ കൂടുതലുണ്ട് വെച്ചെങ്കിൽ അതൊരിക്കലും അവിടെ 6 മണിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. കാരണം പിറ്റേന്ന് നമുക്ക് അങ്ങോട്ട് ജോലിക്ക് പോകണം. അപ്പോൾ അത് ചെയ്താൽ ശരിയപ്പം ചിലപ്പോൾ അരമണിക്കൂർ വൈകും. അപ്പോൾ നമ്മൾ 6:30 അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തണ സമയം കുറച്ച് വൈകും. അപ്പോൾ അതേ രാത്രിയൊക്കെ ആയിട്ടാണ് വരുന്നേ. ഈ 7 മണി വരെ 7:30 വരെ പണിയുണ്ടാ? അങ്ങനെയൊക്കെ ചോദിക്കണ ആൾക്കാരുണ്ട് സ്റ്റോ. അപ്പോൾ ജീവിതം അങ്ങനെയാണ്. ഈ കുട്ടികളുടെ കാര്യങ്ങൾ വെറുതെ പിന്നെ എല്ലാം തികഞ്ഞിരിക്കണ ആൾക്കാർ, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇല്ലാത്തവൻ്റെ മനസ്സും വേദനയും വിഷമങ്ങളും മനസ്സിലാവില്ല. അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കിടപ്പ് വശം അങ്ങനെയാണ്.